ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ 16ാം നിയമസഭയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ? എന്തായാലും പ്രിലിംസിന് ചോദ്യം ഉറപ്പാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കറിയാം ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട VD സതീശനാണ് മുഖ്യമന്ത്രി അല്ലേ. ഏത് മണ്ഡലമാണ്? പറവൂർ മണ്ഡലമാണ് കേട്ടോ. ഓർത്തിരിക്കണേ, പറവൂർ മണ്ഡലം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ. ഇനി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? പൊതുഭരണം, ആസൂത്രണം, ധനകാര്യം, തുറമുഖം, നിയമം, ലോട്ടറി. ഏതൊക്കെയാണ്? പൊതുഭരണം, ആസൂത്രണം, ധനകാര്യം, തുറമുഖം, നിയമം, ലോട്ടറി തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് പദവികൾ. ആരാണ് പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയനാണ് അല്ലേ. ആരാണ് പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയനാണ്. സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ പഠിച്ചേക്കണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ആരാണ് സ്പീക്കർ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനി മോൾ ഉസ്മാനാണ് കേട്ടോ. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനി മോൾ ഉസ്മാനാണ്. പ്രോട്ടേം സ്പീക്കർ ആരാണ്? G സുധാകരനാണ്. പ്രോട്ടേം സ്പീക്കർ ആരാണ്? G സുധാകരനാണ്. ഗവൺമെൻറ് ചീഫ് വിപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അപ്പു ജോൺ ജോസഫാണ് കേട്ടോ. വിപ്പ് അപ്പു ആണ് കേട്ടോ. വിപ്പ് ആരാണ്? അപ്പു ജോൺ ജോസഫാണ്. അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ജൈജു ബാബു ആണ് കേട്ടോ. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജൈജു ബാബു. ഇത്രയും നല്ല ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു തന്നെ ഇരിക്കണം കേട്ടോ. ആരാണ് പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയൻ. സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനി മോൾ ഉസ്മാൻ. പ്രോട്ടേം സ്പീക്കർ ആരാണ്? G സുധാകരൻ. ഗവൺമെൻറ് ചീഫ് വിപ്പ് ആരാണ്? അപ്പു ജോൺ ജോസഫ്. വിപ്പ് അപ്പു ജോൺ ജോസഫ്. അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിൽ ജൈജു ബാബു ആണ്. എഴുതി വയ്ക്കണേ, പഠിക്കണേ. ഇനി രമേശ് ചെന്നിത്തല. ഏതൊക്കെയാണ്? മണ്ഡലം നോക്കണേ, ഹരിപ്പാടാണ്. രമേശ് ചെന്നിത്തല ഹരിപ്പാട്. ഏതൊക്കെയാണ്? ആഭ്യന്തരം, വിജിലൻസ് തുടങ്ങിയ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തരം, വിജിലൻസ് ആണ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. പഠിച്ചിരിക്കണേ. ആഭ്യന്തരം, വിജിലൻസ്, രമേശ് ചെന്നിത്തല. K മുരളീധരൻ. ഏതൊക്കെയാണ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്? ആരോഗ്യം, ദേവസ്വം, ഡ്രഗ് കൺട്രോൾ മുതലായവയാണ് കേട്ടോ. ആരോഗ്യം, ദേവസ്വം, ഡ്രഗ് കൺട്രോളാണ് K മുരളീധരൻ. ഏതാണ് മണ്ഡലം? വട്ടിയൂർക്കാവാണ് കേട്ടോ. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം, ഡ്രഗ് കൺട്രോളാണ് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. വൈദ്യുതി മന്ത്രി ആരാണ്? സണ്ണി ജോസഫാണ് കേട്ടോ. വൈദ്യുതി അനേട്ട് എവിടുന്ന ആരാണ്? സണ്ണി ജോസഫാണ് കേട്ടോ. സണ്ണി ജോസഫാണ് വൈദ്യുതി അനേട്ട് എന്ന് പറയുന്നത്. എഴുതി വെക്കണേ. ഇനി റവന്യൂ മന്ത്രി ആരാണ്? AP അനിൽകുമാർ ആണ് കേട്ടോ. വണ്ടൂരിൽ നിന്നാണ്. റവന്യൂ മന്ത്രി ആരാണ്? AP അനിൽകുമാർ. റവന്യൂ മന്ത്രി ആരാണ്? AP അനിൽകുമാർ ആണ്. സിനിമ, സാംസ്കാരികം, വിനോദസഞ്ചാരം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? PC വിഷ്ണുനാഥ് ആണ് കേട്ടോ. സിനിമ, സാംസ്കാരികം, വിനോദസഞ്ചാരം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥ് ആണ്. വനിതാ ശിശുക്ഷേമം, തൊഴിൽ മുതലായവ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു കൃഷ്ണ കേട്ടോ. ബിന്ദു കൃഷ്ണ. നമ്മുടെ 16ാം നിയമസഭയിൽ 2 വനിതാ മുഖ്യമന്ത്രി ആണ് കേട്ടോ. സാന്നിധ്യമാണുള്ളത്. ബിന്ദു കൃഷ്ണ. ഒന്ന് വനിതാ ശിശുക്ഷേമം, തൊഴിൽ മുതലായ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ബിന്ദു കൃഷ്ണ. പഠിച്ചിരിക്കണേ. വനിതാ ശിശുക്ഷേമം, തൊഴിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് KA തുളസി. കോങ്ങാട് നിന്നാണ്. അവർ കൈകാര്യം ചെയ്യുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കേട്ടോ. KA തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. കൃഷി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? T സിദ്ദീഖാണ് കേട്ടോ. കൽപ്പറ്റയിൽ നിന്നുള്ള T സിദ്ദീഖാണ് കൃഷി കൈകാര്യം ചെയ്യുന്നത്. OJ അനീഷാണ് യുവജനക്ഷേമം, കായികം, മ്യൂസിയം രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. യുവജനക്ഷേമം മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. യുവജനക്ഷേമം ആരാണ്? OJ അനീഷാണ് കേട്ടോ. OJ അനീഷ്. ആ ജനത്തിൽ നിന്ന് തന്നെ നമുക്ക് അനീഷിനെ കിട്ടില്ല. ജനം അനീഷ്. OJ അനീഷാണ്. യുവജനക്ഷേമം, കായികം മിക്കപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മ്യൂസിയം രജിസ്ട്രേഷൻ. അടുത്തത് എക്സൈസ് സഹകരണം ആരാണ്? M ലിജു ആണ് കേട്ടോ. എക്സൈസ് സഹകരണം ആരാണ്? M ലിജു. എക്സൈസ് സഹകരണം M ലിജു. കായംകുളത്തു നിന്നാണ്. എക്സൈസ് സഹകരണം M ലിജു. IT വാണിജ്യം, വ്യവസായം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ. IT വാണിജ്യം, വ്യവസായം മുതലായവ കൈകാര്യം ചെയ്യുന്ന ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആരാണ്? KM ഷാജിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് KM ഷാജിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് KM ഷാജിയാണ്.
തഗ് ഷാജി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. തദ്ദേശം തഗ് ഷാജി എന്ന് ആലോചിച്ചാൽ മതി. തഗ് ഷാജി. ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അടുത്തത് പൊതുമരാമത്ത് മന്ത്രി ആരാണ്? PK ബഷീർ. പൊതുമരാമത്ത് മന്ത്രി ആരാണ്? PK ബഷീറാണ്. പൊതുമരാമത്ത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? PK ബഷീർ. ഫിഷറീസ്, സാമൂഹ്യനീതി തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? VK അബ്ദുൾ ഗഫൂർ ആണ് കേട്ടോ. VK അബ്ദുൾ ഗഫൂർ ആണ് ഫിഷറീസ്, സാമൂഹ്യനീതി തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. വനസംരക്ഷണം ആരാണ്? ഷിബു ബേബി ജോൺ ആണ്. വനസംരക്ഷണം ഷിബു ബേബി ജോൺ. വനസംരക്ഷണം ആരാണ്? ഷിബു ബേബി ജോൺ. ഈ കുട്ടികൾക്കൊക്കെ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവില്ല. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ബേബി വനം അങ്ങനെ ആലോചിച്ചാൽ മതി. ബേബികൾക്ക് വനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പഠിക്കുക കേട്ടോ. ചെറിയ ചെറിയ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. എന്തായാലും ഇതെന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. അടുത്തത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? റോജി M ജോൺ ആണ്. റോജി M ജോൺ. ഉന്നത വിദ്യാഭ്യാസം ആരാണ്? റോജി M ജോൺ ആണ്. റോജി M ജോൺ. വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് വിദ്യാഭ്യാസം? N ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ ആണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? N ഷംസുദ്ദീൻ. അടുത്തതാണ് ജലസേചനം ജലവിഭവം ആരാണ്? മോൻസ് ജോസഫാണ്. കടുംതുരുത്തി എന്നുള്ള മോൻ ജോസഫാണ് ജലസേചനം ജലവിഭവം തുടങ്ങിയ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ജലസേചനം ജലവിഭവം ആരാണ്? മോൻസ് ജോസഫ്. എഴുതി വയ്ക്കുക, പഠിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഇതിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താവേ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അനൂപ് ജേക്കബാണ് കേട്ടോ. അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി ആരാണ്? അനൂപ് ജേക്കബാണ്. ഗതാഗത മന്ത്രി എപ്പോഴും ചോദിക്കാറുണ്ട്. ആരാണ്? CP ജോൺ ആണ്. ഗതാഗതം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? CP ജോൺ. ഗതാഗതം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? CP ജോൺ ആണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളും അവർ നിന്ന മണ്ഡലവും എല്ലാം കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. എക്സാമിന് പഠിച്ചിട്ട് തന്നെ പോവുക. പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റിൽ ഞാനിതെല്ലാം ഉൾപ്പെടുത്താം കേട്ടോ. ഇനി ജസ്റ്റ് 2-3 കാര്യങ്ങളൊന്നും ഇവിടെ അറിഞ്ഞിരിക്കുക. നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2026 ഏപ്രിൽ 9-നാണ്. 2026 ഏപ്രിൽ 9. 16ാം നിയമസഭ നിലവിൽ വന്നത് എന്നാണ്? 2026 മെയ് 18-നാണ് 16ാം നിയമസഭ നിലവിൽ വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അറിഞ്ഞിരിക്കണേ. കേരള ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ പദവിയിലെത്തിയ വനിത ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ഷാനി മോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കുന്നത് അല്ലേ. നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പീക്കർ പദവിയിലെത്തിയ വനിത. ആരാണ്? ഷാനി മോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. നിലവിലെ നിയമസഭാ സെക്രട്ടറി ആരാണ്? ഷാജി C ബേബി ആണ് കേട്ടോ. നിലവിലെ നിയമസഭാ സെക്രട്ടറി ആരാണ്? ഷാജി C ബേബി. നിലവിലെ നിയമസഭാ സെക്രട്ടറി ആരാണ്? ഷാജി C ബേബി. ഇനി ഇത് നിങ്ങൾക്കുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16ാം നിയമസഭയുടെ ഗവൺമെൻറ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫാണ്. ഈ സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനി മോൾ ഉസ്മാനാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ പദവിയിലെത്തുന്ന വനിതയാണ് ഷാനി മോൾ ഉസ്മാൻ. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് 2026 മെയ് മാസത്തിലാണ്. ഇവിടെ ഡെപ്യൂട്ടി എന്നാക്കണം കേട്ടോ. ഡെപ്യൂട്ടി സ്പീക്കർ. കേരള ചരിത്രത്തിൽ ആദ്യമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെത്തിയ വനിത ആരാണ്? ഷാനി മോൾ ഉസ്മാനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫണ്ട് അതായത് UDF 102 സീറ്റുകൾ നേടി അധികാരം നിലനിർത്തി അല്ലെങ്കിൽ പിടിച്ചെടുത്തു. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് LDF 35 സീറ്റുകൾ നേടി പ്രതിപക്ഷത്തായി. BJP ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടി. ശരിയായ കോഡ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 16ാം കേരള നിയമസഭ നിലവിൽ വന്നത് 2026 മെയ് 18-നാണ്. ഈ സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 141 ഏതാണ്? ഈ 3ൻ്റെ ആൻസർ നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. നമ്മുടെ പ്രിലിംസിനാണെങ്കിലും ഇനി വരാൻ പോകുന്ന എക്സാമിനൊക്കെ ഇതിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതി വയ്ക്കുക, പഠിക്കുക കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ കറണ്ട് അഫെയർ ബുക്കോ അല്ലെങ്കിൽ കറണ്ട് അഫെയർ ഏതെങ്കിലും ബുക്കിൻ്റെ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ ഒക്കെ ആണ് തുടങ്ങുന്നതെങ്കിൽ സെപ്പറേറ്റ് വേറൊരു ഇങ്ക് കൊണ്ട് തന്നെ എഴുതി വയ്ക്കാൻ, റെഡ് ഇങ്കോ
അല്ലെങ്കിൽ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആവുമേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.